ഇന്ത്യ പ്രതിരോധ മേഖലയ്ക്ക് കൂടുതൽ പ്രാധാന്യം നൽകുന്നതാണ് കുറച്ച് നാളുകളായി കാണുന്നത്. ഇപ്പോൾ ഏറ്റവും അവസാനം റഫേൽ വിമാനങ്ങൾ അല്ലെ 60ലധികം റഫേൽ വിമാനങ്ങൾ ഇന്ത്യ വാങ്ങാൻ പോവുകയാണ്. അതോടൊപ്പം തന്നെ 5ാം തലമുറ വിമാനം വാങ്ങുന്നതിനെക്കുറിച്ചും ഇന്ത്യ ചർച്ച ആരംഭിച്ചിട്ടുണ്ടല്ലോ. ഈ 5ാം തലമുറ വിമാനങ്ങൾ റഫാൽ അവിടെ നിൽക്കട്ടെ, അതിനു മുമ്പ് പറയേണ്ടത് ഈ 5ാം തലമുറ വിമാനങ്ങൾ വാങ്ങുന്നതിനെക്കുറിച്ച് വളരെ കാര്യമായ ചർച്ച അമേരിക്കയുമായും റഷ്യയുമായും ഇന്ത്യ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ റഷ്യൻ വിമാനം വാങ്ങാനായിരിക്കും സാധ്യത കൂടുതൽ. അമേരിക്കയുടെ F-35 എന്ന് പറയുന്ന വിമാനത്തിൻ്റെ അതിനെക്കുറിച്ചാണ് ഇപ്പോൾ ചർച്ച നടക്കുന്നത് അമേരിക്കയുമായിട്ട്. പക്ഷേ അതിൻ്റെ ഈ F-35 ചില സാങ്കേതിക പ്രശ്നങ്ങൾ ഉണ്ട് എന്ന് പൊതുവെ ഇപ്പോൾ വിലയിരുത്തപ്പെടുന്നുണ്ട്. അല്ല, അമേരിക്കയുമായി ബന്ധപ്പെട്ട് ഈ വർഷം എന്തായാലും നല്ല കാലമല്ലല്ലേ. അതെ, പാകിസ്ഥാനിൽ വീഴുന്നു, അവരെ ഏറ്റവും മികച്ച ബോംബറായല്ലേ, ബോംബർ വിമാനം ഉൾപ്പെടെ ഇറാൻ ആക്രമിച്ചു എന്ന രീതിയിൽ വാർത്ത വരുന്നു. ഇപ്പോഴത്തെ UK അവർ കൊടുത്ത വിമാനം സാങ്കേതിക തകരാറ് മൂലം തിരുവനന്തപുരത്ത് കൊണ്ടുവന്ന് അറ്റകുറ്റപ്പണിയൊക്കെ നടത്തി വളരെ ബുദ്ധിമുട്ടി. അത് ഏതാണ്ട് മാസം ഇവിടെ സ്ഥലം മെനക്കെടുത്തിക്കൊണ്ട് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ അതങ്ങനെ വിശ്രമിക്കുകയായിരുന്നു. പിന്നെ അമേരിക്കയിൽ നിന്ന് തന്നെ 25ലധികം എഞ്ചിനീയർമാർ വന്ന് അത് ദിവസങ്ങളെടുത്ത് അതിൻ്റെ ഈ പോരായ്മകളൊക്കെ പരിഹരിച്ച് അറ്റകുറ്റപ്പണിയൊക്കെ ചെയ്ത് യന്ത്രത്തകരാറ് പരിഹരിച്ച് ഇപ്പോൾ അത് ഇവിടുന്ന് പറന്ന് ഓസ്ട്രേലിയയിലേക്ക് പോയി. അപ്പോൾ ഈ F-35 പിന്നെ അമേരിക്കയുമായിട്ടുള്ള നയതന്ത്ര തലത്തിലെ ബന്ധം അത്ര സുഖകരമല്ല ഇപ്പോൾ ഇന്ത്യയും അമേരിക്കയും തമ്മിൽ. നമുക്കറിയാം, നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന, നമ്മളെ പ്രതിസന്ധിയിലാക്കുന്ന, നമ്മുടെ രാജ്യത്തിന് ദോഷം വരുത്തുന്ന പല നിലപാടുകളും അമേരിക്ക കൈക്കൊണ്ടു, പല നീക്കങ്ങളും നടത്തി. ഈ നമ്മുടെ കാശ്മീരിലെ പഹൽഗാം എന്ന് പറയുന്ന സ്ഥലത്ത് കൂട്ടക്കൊല നടത്തി, മതം ചോദിച്ച് കലിമ ചൊല്ലാൻ ആവശ്യപ്പെട്ട് ഉടുതുണി അഴിച്ച് പരിശോധിച്ച് കൂട്ടക്കൊല നടത്തിയ ആ സംഭവത്തിന് കാരണമായ, അല്ലെങ്കിൽ അതിൻ്റെ ആസൂത്രകനായ പാക് സൈനിക മേധാവി എന്ന് തന്നെ പറയാം, അസിം മുനീറിനെ അമേരിക്കയിൽ വൈറ്റ് ഹൗസിലേക്ക് പച്ചപ്പരവതാനി വിരിച്ച് സ്വീകരിച്ച് സദ്യ കൊടുത്ത് ഇപ്പോഴിതാ ട്രംപ് പാകിസ്ഥാൻ സന്ദർശിക്കുമെന്നും കേൾക്കുന്നു ഏറ്റവും ഒടുവിൽ. അപ്പോൾ ഈ സാഹചര്യത്തിൽ അമേരിക്കയുമായിട്ട് ഈ F-35 ഇടപാടിന് ഇന്ത്യ മുതിരുമോ എന്ന ചോദ്യം വളരെ പ്രസക്തമാണ്. അതിനുള്ള സാധ്യത ഇല്ല എന്നാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത്. അതേസമയം റഷ്യയുടെ ഈ 5ാം തലമുറ വിമാനങ്ങൾ വാങ്ങാൻ സാധ്യതയുണ്ട് എന്ന് തന്നെ കേൾക്കുന്നു. അത് കുറെ കൂടെ പ്രവർത്തന മികവുള്ളതാണെന്നും പറയപ്പെടുന്നുണ്ട്. ഈ നമ്മുടെ കാലപ്പഴക്കം ചെന്ന നമ്മുടെ പല യുദ്ധവിമാനങ്ങളും ഇപ്പോൾ സേനയിൽ നിന്ന് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വ്യോമസേനയുടെ ഒരു നവീകരണം, കാലോചിതമായ ഒരു പരിഷ്കരണം ലക്ഷ്യമിട്ടുകൊണ്ടാണ് ഈ 5ാം തലമുറ വിമാനങ്ങൾ വാങ്ങാൻ ഉദ്ദേശിക്കുന്നത്. ഇനി റഫേലിൻ്റെ കാര്യത്തിലേക്ക് വന്നാൽ, ഇന്ത്യ ഈ 114 ബഹുതല യുദ്ധവിമാനങ്ങൾ, അതായത് യുദ്ധമേഖലയിൽ പല തലങ്ങളിൽ ഉപയോഗിക്കാൻ കഴിയുന്ന യുദ്ധവിമാനങ്ങൾ, പോർവിമാനങ്ങൾ, ആ പോർവിമാനങ്ങൾ 114 എണ്ണം വാങ്ങാനാണ് ഇന്ത്യ ലക്ഷ്യമിട്ടത്. ഇത് ഈ 5ാം തലമുറ വിമാനം അല്ല കേട്ടോ, അല്ലാതെയുള്ള. അപ്പോൾ അവിടെ അതിനെക്കുറിച്ചുള്ള ചർച്ചകൾ ഇങ്ങനെ പുരോഗമിക്കുന്നതിനിടയ്ക്കാണ് ഈ ഓപ്പറേഷൻ സിന്ദൂർ നടന്നതും നമ്മുടെ റഫേൽ ഉപയോഗിച്ച് നമ്മൾ ചില അറ്റാക്കുകൾ നടത്തിയതും ഒക്കെ. അപ്പോൾ ഈ റഫേലിന് ചില പരിമിതികളുണ്ട്. റഫേലിനെ ബോംബിങ്ങിന് ഉപയോഗിക്കാം, പക്ഷേ നമ്മൾ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത മിസൈലുകളെല്ലാം ഈ ക്രൂയിസ് മിസൈലുകളോ അങ്ങനെയുള്ളത്, ഇതിൽ ആകാശ് പോലെയുള്ള മിസൈലുകളൊക്കെ ഈ വിമാനത്തിൽ ഘടിപ്പിച്ച് ഉപയോഗിക്കുക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടാണ്. അതിന് ഈ ഫ്രഞ്ച് ദസാൾട്ട് ഏവിയേഷൻ എന്ന് പറയുന്ന ഫ്രഞ്ച് കമ്പനി തന്നെ നേരിട്ട് വരണം. അവരുടെ എഞ്ചിനീയർമാരൊക്കെ വന്നാലേ ഇതിൽ പല ആൾട്ടറേഷൻസ് നടത്താൻ സാധിക്കൂ. എങ്കിലും റഫേലിന് മേന്മകളും ധാരാളമുണ്ട്. അപ്പോൾ ഈ നമ്മളിപ്പോൾ നമ്മുടെ കൈവശമുള്ള റഫേലുകൾ കൂടാതെ നമ്മൾ നേവിക്ക് വേണ്ടി 26 റഫേൽ വിമാനങ്ങൾക്ക് ഓർഡർ കൊടുത്തു കഴിഞ്ഞു. അതിൽ 22 എണ്ണം നേവിക്ക് വേണ്ടി ഉപയോഗിക്കുന്ന യുദ്ധവിമാനങ്ങളാണ്, 4 എണ്ണം പരിശീലനത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന യുദ്ധവിമാനങ്ങളാണ്. അപ്പോൾ അതുകൂടാതെ ഈ 114 ബഹുതല യുദ്ധവിമാനങ്ങൾ വാങ്ങുന്നതിനെ കുറിച്ചായിരുന്നു ചർച്ച. പക്ഷെ അതിപ്പോൾ മാറിയിട്ട് അത്രയും ഇതിലേക്ക് നമ്മൾ പോകണ്ട,
അതിനേക്കാൾ കുറച്ചുകൂടെ പണം കുറച്ച് ചിലവഴിച്ച് നമുക്ക് കൂടുതൽ റഫേലുകൾ വാങ്ങാം എന്നാണ് ഇപ്പോഴത്തെ ഒരു തീരുമാനം. ഇന്ത്യയുടെ മുക്കിലും മൂലയിലും റഫേലിന്റെ കണ്ണുകൾ എത്തുമല്ലേ? റഫേലിൻ്റെ സാന്നിധ്യം ഉണ്ടാകും തീർച്ചയായിട്ടും. എല്ലാ വ്യോമത്താവളങ്ങളിലും റഫേലിൻ്റെ സാന്നിധ്യം ഭാവിയിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. 60 വിമാനങ്ങളാണ് വാങ്ങാൻ ഉദ്ദേശിക്കുന്നത്. അത് വരുന്ന കുറച്ച് വർഷങ്ങൾക്കുള്ളിൽ പിന്നെ വിമാനങ്ങൾ ഇന്ത്യൻ സേനയ്ക്ക് കൈമാറണം എന്നുള്ളതാണ്. കാരണം ഇത് ഓർഡർ കൊടുത്താലേ ഇത് നിർമ്മിക്കുകയുള്ളൂ, അല്ലാതെ ഇത് നിർമ്മിച്ചിങ്ങനെ സൂക്ഷിച്ച് വെക്കുകയല്ല വിൽക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ പറഞ്ഞതുപോലെ കുറച്ച് സമയമെടുക്കും. അപ്പോൾ ടോട്ടൽ നമ്മുടെ കയ്യിൽ വ്യോമസേനയുടെ കൈവശം മാത്രം 96 യുദ്ധവിമാനങ്ങൾ ഉണ്ടാകും റഫേൽ. അത് ഇപ്പോൾ 2 സ്ക്വാഡ്രണുകളാണ് നമുക്കുള്ളതെങ്കിൽ അതൊരു 4 സ്ക്വാഡ്രണായിട്ട് വർദ്ധിക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ വിമാനങ്ങളുടെ എണ്ണവും കൂടും, സ്ക്വാഡ്രണുകളുടെ എണ്ണവും കൂടും. റഫേലിന് നമുക്കറിയാം ഒരുപാട് മേന്മകളുണ്ട്. ആ മേന്മകളൊക്കെ നമ്മൾ നേരത്തെ പറയുകയും ചർച്ച ചെയ്യുകയൊക്കെ ചെയ്തതാണ്. ഇനി അതിലേക്ക് പോകുന്നതിൻ്റെ ആവശ്യമില്ല. പക്ഷേ റഫേൽ വരുന്നതോടുകൂടി റഫേൽ ഒരു വലിയ വെല്ലുവിളിയാണ്. നമുക്കറിയാം ഇപ്പോൾ ഈ അമേരിക്കയും ചൈനയും ഒക്കെ റഫേലിനെതിരെ വ്യാജ പ്രചാരണം വലിയ തോതിൽ അഴിച്ചുവിടുന്നുണ്ട്. പിന്നെ ഇന്ത്യൻ റഫേലുകൾ, ഇന്ത്യ ഉപയോഗിച്ച ഈ ദസാൾട്ട് ഏവിയേഷൻ്റെ റഫേൽ യുദ്ധവിമാനത്തെ പാകിസ്ഥാൻ മിസൈലുകൾ ഉപയോഗിച്ച് അടിച്ചിട്ടു എന്നൊക്കെയാണ് അവരുടെ പ്രചാരണം. പക്ഷേ അത് ദസാൾട്ട് തന്നെ അതിനെതിരെ തെളിവ് ചോദിച്ച് രംഗത്ത് വന്നു. ഉണ്ടെങ്കിൽ കാണിക്കൂ, ഒരു ഉപഗ്രഹ ചിത്രമെങ്കിലും പുറത്തു വിടൂ എന്ന്. നമ്മളും അതുപോലെ കൃത്യമായിട്ട് നമ്മൾ ലോകരാഷ്ട്രങ്ങളോട് ആവശ്യപ്പെട്ടത് ഇന്ത്യയുടെ ഏതെങ്കിലും വിമാനം തകർത്തതായിട്ടോ വ്യോമത്താവളം തകർത്തതായിട്ടോ ഇന്ത്യയുടെ ഏതെങ്കിലും ഒരു തന്ത്രപ്രധാന മേഖല ആക്രമിച്ച് നശിപ്പിച്ചതായിട്ടോ തെളിവുണ്ടെങ്കിൽ പുറത്തു വിടും. ഉധംപൂർ വ്യോമത്താവളം തകർത്തു എന്ന് പാകിസ്ഥാൻ പറഞ്ഞു. ഇരുട്ടി വെളുത്തപ്പോൾ നരേന്ദ്രമോദി അവിടെ എത്തി, ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അവിടെ എത്തി പട്ടാളക്കാരോടൊപ്പം നിന്ന് സെൽഫി എടുത്ത് ലോകം മുഴുവനും കാണിച്ചു കൊടുത്തു ഈ വിമാനത്താവളത്തിന് എന്ത് സംഭവിച്ചു എന്ന്. അതേസമയം പാകിസ്ഥാനിലെ നിരവധി വിമാനത്താവളങ്ങൾ, 12 വിമാനത്താവളങ്ങൾ അല്ലെങ്കിൽ വ്യോമത്താവളങ്ങളാണ് നശിപ്പിക്കപ്പെട്ട. ഈ സൈനിക വിമാനത്താവളങ്ങളെയാണ് നമ്മൾ വ്യോമത്താവളങ്ങൾ എന്ന് പറയുന്നത്. മറ്റേ ഈ യാത്രാ സൗകര്യത്തിനും ചരക്ക് നീക്കത്തിനും വേണ്ടി ഉപയോഗിക്കുന്ന വിമാനത്താവളങ്ങളെ നമ്മൾ വ്യോമത്താവളം എന്ന് പറയാറില്ല. ഇവിടെ ഈ 12 വ്യോമത്താവളങ്ങൾ പരിപൂർണമായിട്ടും നശിപ്പിക്കപ്പെട്ടു. റൺവേ ഒക്കെ വലിയ കുഴിയാണ്. വലിയ കുഴി എന്ന് പറഞ്ഞാൽ മഴ പെയ്ത് വെള്ളം നിറഞ്ഞാൽ അതൊരു വലിയ തടാകമായി മാറും. അത്തരത്തിലുള്ള വലിയ കുഴികൾ രൂപപ്പെട്ടിരിക്കുന്നു ഇന്ത്യൻ ആക്രമണത്തിൽ. അപ്പോൾ ഈ ഒരു പശ്ചാത്തലത്തിലാണ് നമ്മൾ ഈ റഫേലിൻ്റെ കാര്യം സംസാരിക്കേണ്ടതും ചർച്ച ചെയ്യേണ്ടതും. റഫേലിനെ പ്രധാനമായിട്ടും നമ്മളിപ്പോൾ ഈ പാകിസ്ഥാനും ഇന്ത്യയും തമ്മിലുള്ള സംഘർഷത്തിനിടയ്ക്ക് റഫേലിന് വലിയതായിട്ടൊന്നും ചെയ്യാനില്ല. അത് ഇവിടുത്തെ ഒരു സാധാരണ ഏതെങ്കിലും ഒരു പോർ വിമാനം, മിഗ് ഇനത്തിൽപ്പെട്ട വിമാനം പോയാലും പാകിസ്ഥാൻ്റെ കഥ കഴിയും. റഫേൽ നമ്മൾ പ്രധാനമായിട്ടും ഉദ്ദേശിക്കുന്നത് ചൈനീസ് വെല്ലുവിളി നേരിടാനാണ്. അതുപോലെ തന്നെ മറ്റു ചില എന്താ പറയണ്ടേ, വേറെ ചില ബാഹ്യ ശക്തികളും ഈ പറയുന്നത് പോലെ അമേരിക്ക ഉൾപ്പെടെ നമുക്കെതിരെ പോരിന് വന്നാൽ എന്ത് ചെയ്യും എന്നുള്ള ചോദ്യമാണ്. അവിടെ നമുക്ക് റഫേലിൻ്റെ സഹായം ആവശ്യമുണ്ട്. റഫേൽ പോലൊരു വിമാനം നമ്മുടെ കൈവശമുള്ളത് എന്തുകൊണ്ടും നല്ലതാണ്. ഇപ്പോൾ ഇന്ത്യയും ചൈനയും തമ്മിലൊരു മഞ്ഞുരുകലിൻ്റെ പാതയിലാണ് കാര്യങ്ങൾ പോകുന്നത്. ചർച്ചകൾ നടക്കുന്നു. തന്ത്രപ്രധാനമായ ഒരുപാട് മേഖലകളിൽ ചർച്ച പുരോഗമിക്കുന്നുണ്ട്. അതിനിയും പുരോഗമിക്കും. ഇപ്പോൾ ചൈനക്കാർക്ക് 5 വർഷത്തിന് ശേഷം, ഗാൽവാൻ സംഭവത്തിന് ശേഷം നമ്മൾ വിസ നിർത്തിവെച്ചിരുന്നു, ടൂറിസ്റ്റ് വിസ ഉൾപ്പെടെ നിർത്തിവെച്ചിരുന്നു. ഇപ്പോഴിതാ അത് മാറ്റാൻ പോവുകയാണ്. അവർക്ക് ഇന്ത്യയിലേക്ക് വിസ എടുക്കാതെ തന്നെ വന്ന് സഞ്ചാരിയായി വന്ന് സന്ദർശനം നടത്തിയിട്ട് പോകാം. അതിനുള്ള ഇതൊക്കെ ചെയ്യുന്നു. നമ്മളതുപോലെ ചൈന വഴി ടിബറ്റിലേക്ക്, അതുപോലെ തന്നെ ചൈന വഴി കൈലാസത്തിലേക്കും തീർത്ഥാടനത്തിന് പോകാൻ വിസ വേണ്ട, ഇതിൻ്റെ അനുമതി മാത്രം മതി. നേരത്തെ പേരൊക്കെ കൊടുത്ത് അനുമതി വാങ്ങണമെന്നേ ഉള്ളൂ, പ്രത്യേകിച്ച് വിസ എടുക്കേണ്ട എന്നൊരു തീരുമാനത്തിൽ ചൈനയും എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇന്ത്യയും ചൈനയും തമ്മിൽ ഒരുപാട് മഞ്ഞുരുകലുണ്ടെങ്കിലും ഈ സുരക്ഷയുടെ കാര്യത്തിൽ നമുക്ക് വിട്ടുവീഴ്ചയൊന്നും ചെയ്യാൻ പറ്റില്ല അവിടെ. അതുകൊണ്ട് തന്നെ പറയുന്നത് പോലെ റഫേൽ നമ്മുടെ സേനയ്ക്കൊരു മുതൽക്കൂട്ടാണ്. പതുക്കെ നമ്മൾ ഈ 5ാം തലമുറ വിമാനത്തിലേക്കൊക്കെ നമ്മൾ ഭാവിയിൽ പോകും. പക്ഷേ ഈ നിലവിലെ മിഗ് ഇനത്തിൽപ്പെട്ട അത് കാലഹരണപ്പെട്ടു. ആ ടെക്നോളജി, ആ സാങ്കേതിക വിദ്യ കാലഹരണപ്പെട്ടു. അപ്പോൾ അതിനെ പരിപൂർണമായിട്ടും നമ്മൾ സേനയിൽ നിന്ന് ഒഴിവാക്കിയിട്ട് പകരം ആ സ്ഥാനത്തേക്ക് ഈ പറയുന്നത് പോലെ മിഗ് ഇരുന്ന സ്ഥാനത്തേക്ക് റഫേലിനെ കൊണ്ടുവരിക എന്നുള്ളതാണ് ഒരു അജണ്ട എന്ന് നമുക്ക് മനസ്സിലാകുന്നത്. എന്തായാലും നമുക്ക് ഒരു കാര്യത്തിൽ ഉറപ്പിക്കാം,
ഈ പറയുന്നത് പോലെ ഭാവിയിൽ എണ്ണം കൂടും. ഇപ്പോൾ ഈ 96 എണ്ണം എന്നുള്ളത് ഈ സമീപ ഭാവിയിൽ നമ്മളിപ്പോൾ ഉത്തരവൊക്കെ കൊടുത്ത് ഓർഡറൊക്കെ കൊടുത്ത് വ്യോമസേനയ്ക്ക് മാത്രം ഇത്രയും വിമാനങ്ങൾ വാങ്ങുന്നത് ഭാവിയിൽ മിഗ് സമ്പൂർണ്ണമായിട്ട് ഒഴിവാക്കിയിട്ട് ആ സ്ഥാനത്തേക്ക് റഫേൽ കടന്നു കയറാനാണ്, അല്ലെങ്കിൽ റഫേലിനെ കൊണ്ടുവരാനാണ് നീക്കം എന്ന് വ്യക്തമാണ്. എന്തായാലും മോദി ഗവൺമെൻറ് രാജ്യസുരക്ഷയുടെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും ചെയ്യില്ല. അതിനി എന്ത് വില കൊടുക്കേണ്ടി വന്നാലും ശരി, രാജ്യസുരക്ഷ സമ്പൂർണ്ണമായിട്ടും പരിപൂർണമായിട്ടും നിറവേറ്റപ്പെടാൻ വേണ്ടിയിട്ട് ഉള്ള എല്ലാ നടപടിയും മോദി സർക്കാർ സ്വീകരിക്കും എന്ന് തീർച്ചയാണ്. നമ്മൾ മുമ്പും കണ്ടതാണ്. അതുകൊണ്ട് തന്നെ ഈ പുതുതായിട്ട് ഈ 60 റഫേൽ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്.